ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് നമ്മളെ കുഞ്ഞു ലിയോ കാറ്റ് എല്ലാവരെയും നമ്മളെ കറുപ്പി എല്ലാവരുടെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയാം. കുഞ്ഞു വേറെ ഒരു കണ്ടം പൂച്ച ഇങ്ങനെ വരും കേട്ടോ ഇവിടെ. ഇപ്പോൾ അവനെ തേടി ഇങ്ങനെ നടക്കുകയാണ്. അവൻ ഇങ്ങനെ ഇന്നലെ ഇവിടെ ഒരു ബാൽക്കണിയിലിരുന്ന് അവ ഒരു എലിയൊക്കെ പിടിച്ചിങ്ങനെ കഴിക്കുകയായിരുന്നേ. അത് ഞാൻ കണ്ടു. അതിൻ്റെ എലിയുടെ ജ്യൂസ് കഴുത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര സൗണ്ടിൽ അങ്ങ് അതിൻ്റെ ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് എന്നെ കണ്ടതും അത് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ആ പൂച്ച കുറച്ചൊക്കെ ഇങ്ങ് മേലെയെല്ലാം കയറി വരും. മുകളിൽ ഇതേപോലെ കുഞ്ഞു ഇരിക്കുന്ന ഇതിൻ്റെ മുകളിലത്തുള്ള ഭാഗത്ത് മുകളിലത്തെ നിലയിൽ അവിടെ അപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ കണ്ട അന്ന് തൊട്ടേ നേർക്ക് നേരെ ഒരു ദിവസം കുഞ്ഞു കണ്ടായിരുന്നു. അന്നൊരു പാടുപെട്ടാണ് ഞാൻ ആ പൂച്ചയെ ഓടിച്ച് കളഞ്ഞ് ഇങ്ങനെ കുഞ്ഞുവിനെ ഞാൻ അടക്കി നിർത്താം. അപ്പോൾ ലിയോയും ദേഷ്യപ്പെട്ട് വീടിനകത്തോട്ട് കയറി ഓടി. അപ്പോൾ കുഞ്ഞുവും ലിയോയുടെ പുറകെ ഓടി. അന്ന് തൊട്ട് കുഞ്ഞുവിന് പ്രാന്ത് തുടങ്ങി കേട്ടാ. അതുവരെ കുഞ്ഞു ഈ ഡയപ്പറൊക്കെ ഇട്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. മറ്റേ പൂച്ചയെ കണ്ടതും കുഞ്ഞു തുടങ്ങി. പിന്നെ വേറെ വിശേഷമൊന്നും പറഞ്ഞാൽ ഇപ്പം കുറച്ച് ഒരു 4-5 ദിവസം കൊണ്ട് കുറച്ച് സ്വസ്ഥതയുണ്ട്. ഇത് കാണാൻ പറ്റുമോ നോക്കേ. ഒരു നിഴൽ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ടോ, ചെറുതായിട്ട് നോക്കിയാൽ കാണാമേ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ നായപിടുത്തക്കാരൊന്നും വരുന്നില്ല. അപ്പം കുറച്ച് സ്വസ്ഥതയും സമാധാനത്തോടെ ഡോഗീസിനൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അടുത്തിനി കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്ക് അടുത്ത് വീണ്ടും വരും. അതുവരയ്ക്കും കുറച്ച് സ്വസ്ഥമായിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ വേറെ വിശേഷമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ, താഴെ പോയിട്ട് കാണിച്ചു തരാം. വേറെ ഒരു കാര്യം പറയാനുണ്ട്. ലിയോപ്പി ചാടി കളിക്കാനായിട്ട് എന്തോ ഈച്ചയെ എന്തോ കണ്ടു. അപ്പോൾ സന്തോഷം സഹിക്കാൻ വയ്യാതെ ആൾ തുള്ളി കളിക്കുകയാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് അതും കൂടെ ഒന്ന് ക്യാമറയിലോട്ടൊന്ന് പകർത്താമെന്ന് വിചാരിച്ച് ഇവിടത്തെ ഇങ്ങനെ ഡോർ ഇങ്ങനെ തുറന്നിറക്കാണ്ട. കുഞ്ഞു ഇറങ്ങി പോകില്ല കേട്ടോ. കുഞ്ഞുവിന് പട്ടികളെ ഭയങ്കര പേടിയാണ്. ലിയോപ്പി മാത്രം പോകും താഴെ. കുഞ്ഞാപ്പൂ മറ്റേ പൂച്ചയെ കണ്ടാൽ വരും, പക്ഷേ ഓടിക്കളയും ബോധമില്ലാതെ. ഇനി താഴെ വരേക്ക് പോയിട്ട് വരാം. ഇതേ നമ്മുടെ പപ്പി കിടക്കുന്നുണ്ട്. പപ്പി ഇതാണെന്ന് ഉരുളുന്നു. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. പപ്പിക്ക് ഭക്ഷണം വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തോണ്ട് വന്നില്ല. കുറച്ച് വേസ്റ്റ് വെള്ളമൊക്കെ ഇരിക്കണം, അതും എടുത്ത് ഇവൾക്ക് ഭക്ഷണം കൊണ്ട് വരണം. കുറച്ച് വലുതായി കണ്ട, ഇച്ചിരി വലുതായിട്ടുണ്ട് ആൾ. ഇതാണ്ട ഇവളെ ദേഹത്തത്രയും പുഴുക്കടിയാണേ. ഞാൻ അപ്പോൾ ഒരു ഡീവാമിങ്ങിനുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് കറുപ്പി. നമ്മൾ കറുപ്പി എന്ന് വെച്ചാൽ ഇവിടെ ചെരുപ്പ് ഇങ്ങനെ ഞെരിക്കുന്ന സൗണ്ട് കേട്ടപ്പം പേടിച്ചു പോയി കറുപ്പിയൊക്കെ. ഇനി ആരെങ്കിലും പട്ടിപിടുത്തക്കാർ വരുന്നുണ്ടോയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് വന്നതാണ്. ഇവൾ കറുപ്പിയുടെ കുഞ്ഞാണേ. ഒരു 50 രൂപയുടെ ഒരു ടാബ്ലറ്റ് കൊടുത്തതേ ഉള്ളൂ. കുറച്ച് ഒരു മാറ്റമുണ്ട് അതിൻ്റെ സ്കിന്നിനെ. പുഴുക്കടി പിടിച്ചതുപോലെ ഇരിക്കുന്നത് കുറച്ചൊരു മാറ്റമുണ്ട്. ഇനി ഇതിനും കൂടെ കൊടുക്കണം ഒരെണ്ണം വാങ്ങി. വേറെ സംഭരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെഡിസിൻ കൊടുത്താൽ മാറുമെന്ന് പറയുന്നു, സ്കിൻ ഡിസീസൊക്കെ. പക്ഷേ അത് നല്ല വില, 750 രൂപ 400 രൂപ അങ്ങനെയൊക്കെ നെറ്റിൽ നോക്കിയപ്പോഴേ. അപ്പോൾ പിന്നെ അതിപ്പോൾ വാങ്ങാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ച്
ഒരു വീഡിയോ ഇടാൻ നിങ്ങളിൽ നിന്നൊക്കെ കാശ് കളക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു കൊച്ച് അവരെ ഡോഗിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ. അന്നേരം ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കാശ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. തൽക്കാലം ഡിവാമിൻ്റെ ടാബ്ലറ്റ് അതിന് കൊടുത്തു. നോക്കാം, അതിന് കുറച്ചൊരു മാറ്റം ഉള്ളതുപോലെ തോന്നണം സ്കിന്നിൻ്റെ ഇത്. അവിടെ പോയി അവിടെ പോയി അവിടെ പോയി അവിടെ പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇത്രയേ ഉള്ളൂ. വേറെ എന്തൊക്കെയുണ്ടോ പറയാനുണ്ട്, അതൊക്കെ പിന്നെ പിന്നീടുള്ള വീഡിയോകളിൽ പറയാം. അപ്പോൾ ടാബ്ലറ്റ് ഏതാണെന്ന് അറിഞ്ഞോളാം. ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. അതല്ലാതെ കുഴപ്പമില്ല. ഡിവാമിങ്ങിൻ്റെ ടാബ്ലറ്റ് ഏത് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ, അനിമൽസിൻ്റെ മെഡിസിൻ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. ഓക്കെ, ബൈ ബൈ.